പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ സാറാണ് സി മലയാളത്തോടൊപ്പം ചേരുന്നത്. സാർ, ഇപ്പോൾ മലപ്പുറത്ത് ദേശീയപാത തകർന്നത് വലിയ രാഷ്ട്രീയ വിവാദമായി കത്തിക്കയറുകയാണ്. എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? നമ്മളതിനെ രാഷ്ട്രീയ വിവാദമായിട്ടല്ല കാണുന്നത്. രാഷ്ട്രീയ വിവാദം ഉണ്ടാവാം, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമല്ല അതിൽ പ്രധാനം. ഈ പാത ഈ പാതയുടെ നിർമ്മാണം ആരംഭിക്കുന്ന കാലം മുതൽ ഇരകളാക്കപ്പെടുന്ന ജനങ്ങളും സമീപവാസികളും നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും ഉന്നയിച്ച നിരവധി ആശങ്കകളുണ്ട്. ആശങ്കകൾ ഇന്ന് മറ്റൊരു രൂപത്തിൽ യാഥാർത്ഥ്യമായി എന്നതാണ് സത്യം. ഈ ആശങ്കകളൊക്കെ അന്ന് സർക്കാരുകൾ അവഗണിക്കുകയായിരുന്നു. കേരള സർക്കാർ അവഗണിച്ചു. കേന്ദ്ര സർക്കാരാണിത് പദ്ധതി നടപ്പാക്കുന്നത്, NHA ആണ്, അവരവഗണിച്ചു. കേരള സർക്കാർ അതിന് നമ്മുടെ ഭാഗത്ത് നിന്നില്ല സമ്മർദ്ദത്തിന്. കാരണം ഞങ്ങളൊക്കെ വികസന വിരോധികളായിരുന്നു അന്ന്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സാമൂഹിക പാരിസ്ഥിതിക ഘടനയ്ക്ക് യോജിച്ചതല്ല ഈ പാത എന്നതാണ് നമ്മുടെ ആദ്യത്തെ പ്രശ്നം. ഉദാഹരണത്തിന്, ഇങ്ങനെ നിലവിലുള്ള അല്ലെങ്കിൽ ഒരു പാതയുടെ രണ്ട് വശവും അടച്ചു കെട്ടി വലിയ കോൺക്രീറ്റ് അല്ലെങ്കിൽ സ്ഥാപിച്ച് അതിനകത്ത് മണ്ണ് നിറച്ച് അതിൻ്റെ മീതെ കൂടി പോവുകയും സൈഡിൽ സർവീസ് റോഡ് വരികയും ചെയ്യുക, കാണാനൊക്കെ ഭംഗിയുണ്ട്. പക്ഷെ കേരളം പോലൊരു സ്ഥലത്ത് അത് എത്രത്തോളം സർവൈവ് ചെയ്യും എന്ന ചോദ്യമുണ്ട്. സാമൂഹ്യമായി നോക്കിയാൽ നമ്മുടെ ദേശീയപാതകൾ, നമ്മുടെ ആവാസ വ്യവസ്ഥ അങ്ങനെയാണ്. ഒരുപാട് ജനസാന്ദ്രതയുള്ള സ്ഥലം. പാതയുടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നിരന്തരം യാത്ര ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പം നോക്കൂ, ഈ പാതയുടെ നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം കേരളത്തിൽ 100 സ്ഥലത്തെങ്കിലും ജനങ്ങൾ സമരത്തിലാണ്. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. എന്തിനാ? ഒന്നുമില്ല, അടിപ്പാത വേണം, അല്ലെങ്കിൽ മേൽപ്പാത വേണം. അപ്പോൾ അടിപ്പാത വേണം, കാരണം അവർക്ക് കിടക്കാൻ കഴിയുന്നില്ല. സാധാരണ ഇതിലെ പോകുന്ന ആളുകൾക്ക് വളരെ വേഗം പോകാമെങ്കിലും ഇതിലെ പോകാൻ കഴിയാത്ത ആളുകൾക്ക് അവരുടെ യാത്രാ സമയം കൂടിയിരിക്കുന്നു, ബുദ്ധിമുട്ടായിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്, ഇതിൽ ഇപ്പോൾ ഓട്ടോറിക്ഷയോ 2 വീലറോ ഒന്നും കയറാൻ പാടില്ല, സുരക്ഷിതത്വമാണ്, സമ്മതിച്ചു. പക്ഷെ പ്രശ്നം, കേരളത്തിലെ വാഹനങ്ങളിൽ 70% 2 വീലർ 3 വീലറാണ്. കണക്കെടുത്താൽ എന്നുവെച്ചാൽ 70% വാഹനങ്ങൾക്ക് ഇതിലൂടെ പോകാൻ പറ്റില്ല. അപ്പോൾ അവർ ഏതിലേ പോകണം? ചെറിയ സർവീസ് റോഡിൽ കൂടി പോകണം. ഇപ്പോൾ 3 മീറ്ററോ ഒക്കെയുള്ള സർവീസ് റോഡിലൂടെ ഇവരെങ്ങനെ പോകും? ഇത്രയും വാഹനങ്ങൾ പോകും. മൂന്നാമത്തെ വിഷയം, ഓട്ടോറിക്ഷ സ്കൂട്ടർ മാത്രമല്ല, ലോക്കൽ ബസ്സുകളുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട്, എവിടെ ചെന്നാലും ലോക്കൽ ബസ്സുണ്ട്. ഈ ലോക്കൽ ബസ്സുകൾ എങ്ങനെ പോകും? ലോക്കൽ ബസ്സുകൾക്ക് ഹൈവേ കൂടി പോകാൻ പറ്റില്ല, അവർക്ക് തിരിഞ്ഞു പോകണം, വളഞ്ഞു പോകണം, ഒക്കെ പോകണം. അവരും ഇതിലേ പോകും. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത്, ഇത് വല്ലാതെ കൺജസ്റ്റഡ് ആവും. അതൊരു വശം, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. മുകളിൽ കൂടെ വളരെ വേഗം പോകും, പക്ഷെ താഴെ പോകുന്ന മനുഷ്യർ ബുദ്ധിമുട്ടായി പോകും. ഇതാണ് ഞങ്ങൾ ഉന്നയിച്ച ഒരു കാര്യം. രണ്ടാമത്തെ വിഷയം ഇതിൻ്റെ പാരിസ്ഥിതികമായ വിഷയമാണ്. അന്ന് തന്നെ കേരളത്തിൽ 30 മീറ്ററിൽ മേൽപ്പാലത്തിലൂടെ ദേശീയപാത കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. കാരണം 15 മീറ്റർ സ്ഥലമെടുക്കാൻ വേണ്ടി വരുന്ന അധിക ചിലവ്, വലിയൊരു തുക വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിന് 5800 കോടി രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 4 ഇരട്ടി ചിലവായിട്ടുണ്ട്. ആ ചിലവുണ്ടായിരുന്നുവെങ്കിൽ 30 മീറ്ററിന് മീതെ കൂടി നിങ്ങൾക്ക് 4 വരി അല്ലെങ്കിൽ 6 വരി ഹൈവേ കൊണ്ടുപോകാമായിരുന്നു. അങ്ങനെ കൊണ്ടുപോയ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെയും പല സ്ഥലത്തും മേൽപ്പാലത്തിലൂടെ അത് കൊണ്ടുപോകുന്നുണ്ട്. അരൂർ, തുറവൂർ കൊണ്ടുപോകുന്നുണ്ട്, കാസർഗോഡ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് കേരളം മുഴുവൻ കൊണ്ടുവന്നാൽ മതി. പ്രത്യേകിച്ചും ജനവാസമുള്ള മേഖലകളിൽ, ഈ മണ്ണ് ഉറപ്പില്ലാത്ത മേഖലകളിൽ, തണ്ണീർത്തടങ്ങളിൽ, നെൽവയലുകളിൽ. ഇപ്പോൾ വയൽക്കിളിയുടെ സമരത്തിൽ നമ്മളന്ന് പറഞ്ഞതാണ്, അതിലെ മേൽപ്പാലത്തിലൂടെ കൊണ്ടുപോകണം. കാരണം പാടം എങ്ങനെ നികത്തി കൊണ്ടുവരും. മൂന്നാമത്തെ വിഷയം, അത് 2018 പ്രളയത്തിന് ശേഷം വളരെ കൃത്യമായി കേരളത്തിൽ നടത്തുന്ന എല്ലാ പഠനങ്ങളും, പ്രത്യേകിച്ചും കേരള ഗവൺമെൻറ് തന്നെ പുറത്തിറക്കിയ ഒരു പഠന റിപ്പോർട്ടുണ്ട്, PDN. അത് UN ഏജൻസിയും ADB-യും വേൾഡ് ബാങ്കും ഒക്കെ ചേർന്ന് തയ്യാറാക്കിയതാണ്. അത് മുഖ്യമന്ത്രി ഫോർവേഡ് ചെയ്ത റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം, ഒരു കാരണവശാലും കിഴക്ക് നിന്ന് പടിഞ്ഞാറ് റൂട്ടിലുള്ള നീരൊഴുക്കിനെ തടയാൻ പാടില്ല. നീരൊഴുക്കിനെ തടയുന്ന ഒരു നിർമ്മാണവും നടത്താൻ പാടില്ല. കാരണം എവിടെയൊക്കെ നീരൊഴുക്ക് തടഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ പ്രളയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയ വൻമതിൽ കെട്ടി നീരൊഴുക്കിനെ തടഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നത് അപകടകരമാണ്. നാലാമത്, ഇതിനകത്ത് കൊണ്ട് ഇടനാടൻ കുന്നിടിച്ച് മണ്ണ് കൊണ്ടിടുന്നു. നമ്മളെങ്ങനെ മണ്ണ് ഫില്ല് ചെയ്താലും, പ്രകൃതിയിൽ തന്നെ നമുക്കറിയാം, ഉരുൾപൊട്ടലുണ്ടാവുന്നത് മണ്ണിലെ വിടവുണ്ടാവുകയും അതിലേക്ക് വലിയ തോതിൽ മഴ പെയ്ത് വെള്ളമിറങ്ങുകയും ചെയ്യുമ്പോഴാണ് ഉരുൾപൊട്ടുന്നത്. ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ കണ്ടതും അതൊക്കെ അതുപോലെ, മുണ്ടക്കയിലും ചൂരൽമലയും എല്ലാ സ്ഥലത്തും അതിവർഷം വരുമ്പോൾ ഇത് പൊട്ടും. ഇവിടെയും ഈ മണ്ണിട്ട് കഴിഞ്ഞാൽ ഈ മണ്ണിലേക്ക് വെള്ളമിറങ്ങി മണ്ണ് പതുക്കെ പതുക്കെ ആർദ്രമാവും, മണ്ണ് താഴേക്കിരിക്കും, അങ്ങനെ വിള്ളലുണ്ടാവും. അപ്പോൾ മാത്രമല്ല, ഉരുൾപൊട്ടലുണ്ടാവുന്നത് പോലെ ഈ മണ്ണും വെള്ളവും ഭയങ്കര വെയിറ്റുള്ളതാണ്. ഇത് ഈ വശത്തുള്ള ചുമരുകളുണ്ടല്ലോ, ചുമരുകളിൽ വലിയ സമ്മർദ്ദമുണ്ടാക്കുകയും അത് താഴേക്ക് ഇടിക്കുകയും ചെയ്യും വലിയ തോതിൽ.
അപ്പോൾ ഇങ്ങനത്തെ ഒരു പാത കേരളത്തിന് പാരിസ്ഥിതികമല്ല. ഇനിയിപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇവർ ചെയ്തത് താഴെ കൂടി ഹൈവേയും മുകളിൽ കൂടി സർവീസ് റോഡുമാണ്. അവിടെ സംഭവിക്കാൻ പോണ വളരെ വിചിത്രമായ കാര്യമാണ്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ അങ്ങനെയാണ്, താഴെയാണ് മെയിൻ റോഡ്. എന്താ സംഭവിക്കുക വെച്ചാൽ നല്ലൊരു മഴ പെയ്താൽ നിങ്ങളുടെ ഹൈവേ മുങ്ങിപ്പോകും. ഹൈവേയിലേക്ക് വെള്ളം മുഴുവൻ വരിക. ഹൈവേ മുങ്ങിപ്പോയാൽ ഈ ടോൾ റോഡ് മുങ്ങിപ്പോകും. പിന്നെ ഇപ്പോൾ പലിയക്കരയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ടോൾ റോഡ് ഉണ്ടാക്കിയിട്ടും വേഗതയൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ നോക്കൂ, 2011 പലിയക്കര ഉദ്ഘാടനം ചെയ്തു, പലിയക്കര ടോൾ റോഡ് ഉദ്ഘാടനം ചെയ്തു. 2011 ശേഷം 14 കൊല്ലം കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ മണ്ണുത്തി നിന്ന് ഇടപ്പള്ളിക്ക് ഒന്ന് യാത്ര ചെയ്യുക. ഇപ്പോൾ 14 കൊല്ലം കഴിഞ്ഞിട്ട് എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചാൽ മതി. ഞാൻ ഇന്നലെ യാത്ര ചെയ്ത് 2.5 മണിക്കൂറാണ് ആമ്പല്ലൂരിൽ നിന്ന് ആലുവ എത്തടുത്തത്. 2.5 മണിക്കൂറാണ്. 14 കൊല്ലം കഴിഞ്ഞു. ഞാൻ എന്നിട്ടും പലിയക്കര ടോളും കൊടുക്കുക. അത് അപ്പോൾ വേഗത കൂടുന്നില്ല, ഇത്തരത്തിൽ ദുരന്തമുണ്ടാകുന്നു. അതുകൊണ്ട് കേരളത്തിൽ ഈ നിർമ്മാണം യോജിച്ചതല്ല. ഇത്രയധികം ആളുകളെ കുടിയൊഴിപ്പിക്കേണ്ട ആവശ്യവുമില്ല, ഇത്രയധികം ചിലവും വരില്ല. അത് അന്ന് പറഞ്ഞ കാര്യമാണ്. 2018 ഞാൻ ഓർക്കുന്നു, മേധാ പട്കർ ഒരു സമരവുമായി ബന്ധപ്പെട്ട്, ദേശീയപാത സമരവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വരും. പ്രളയത്തിന് ശേഷമാണ്. അന്ന് മുഖ്യമന്ത്രിയെ കാണാനൊരു ചാൻസ് ചോദിക്കുന്നു. മുഖ്യമന്ത്രിയെ കണ്ടിട്ട് അവരോട് പറയുന്നു, ഈ നീരൊഴുക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, കേരളത്തിൽ എലവേറ്റഡ് ഹൈവേയെ പാടുള്ളൂ. കാരണം കേരളത്തിൽ നീരൊഴുക്ക് 18 നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി പറഞ്ഞു, ഇനി ഈ വിഷയത്തിൽ ചർച്ചയില്ല. ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രി അന്ന് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അന്ന് ചർച്ച നടത്തുകയും ദേശീയപാതയുടെ ഡിസൈൻ മാറ്റുകയും ചെയ്യണം. ഇപ്പോൾ ഇവർ പറയുന്ന പോലെ ചില നിർമ്മാണ തകരാറുകളല്ല പ്രശ്നം, അടിസ്ഥാനപരമായി പാതയുടെ ഡിസൈനും അലൈൻമെൻറ്റും തന്നെയാണ് പ്രശ്നം. ദേശീയപാത നിർമ്മാണത്തിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വിവരിക്കുകയായിരുന്നു ശ്രീ CR നീലകണ്ഠൻ. ആദർശ് മുക്കട, സി മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.